അങ്ങനെ ഓണമായിട്ട് ജീവിതത്തിലെ ഏറ്റവും മൂഞ്ചിയ ഒരു പടം കണ്ട് അല്ലേ? ഓണമായിട്ട് ഒരു ദീപാവലി എഫക്റ്റ് കിട്ടിയിരിക്കുന്നത്. അമ്മാതിരി പടക്കമാണ് തിയേറ്ററിൽ പൊട്ടിയത്. ടോക്സിക് എന്തിന്റെ കേടാണെന്ന് അറിയത്തില്ല. ഇതിന്റെ ഈ പടത്തിന് ഓൾറെഡി എ സർട്ടിഫിക്കറ്റ് പടമാണ്. അവിടെ ഈ റിവ്യൂ ഈ റിവ്യൂവും എ സർട്ടിഫിക്കറ്റ് റിവ്യൂ ആയിരിക്കും. പ്രായപൂർത്തി ആകാത്ത ആൾക്കാർ ഈ ഒരു റിവ്യൂ കാണണമെന്നില്ല. ഈ സിനിമയിൽ ആ പടം ആദ്യം പറയേണ്ടത് ഗീതു ചേച്ചി. ഇപ്പൊ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഗീതു ചേച്ചിനെ എടുത്തിട്ട് ഊക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയട്ടെ, ഗീതു ചേച്ചിയുടെ അത്രയും പ്രതികാര ബുദ്ധിയുള്ള ഒരു സ്ത്രീ ലോകത്ത് വേറെ ഇല്ല. കാരണം KGF പോലൊരു സിനിമ ഇറങ്ങി ഒരു 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 ഹൈപ്പ് മാത്രമല്ല, ഇപ്പൊ ഒരു മെയിൽ മസ്റ്റാരിറ്റി എന്ന് പറയുമല്ലോ, അതിന്റെ പീക്കിൽ നിന്നൊരു നായകനെ പോയിട്ട് ഒരു അപരാധം പിടിച്ച സ്ക്രിപ്റ്റ് കൊണ്ടൊക്കെ കൊടുത്തിട്ട് ആ ചേച്ചി പറയുകയാണ് ഈ പടം തീർക്കാനായിട്ട് ഏകദേശം 4 വർഷം എടുക്കും. എന്നാലോക്കണം, യാഷിന്റെ 4 വർഷമാണ് ഗീതു ചേച്ചി കൊണ്ട് കളഞ്ഞത്. യാഷിന് വേണമെങ്കിൽ ആ സമയത്ത് 2 നല്ല സിനിമ ചെയ്യുക. അപ്പൊ ഗീതു ചേച്ചിയുടെ പ്രതികാര കഥ അവിടെ തുടങ്ങുക. അതായത് യാഷിനി KGF കഴിഞ്ഞ് പീക്കിൽ നിൽക്കുന്ന സമയത്ത് നല്ലൊരു സിനിമ ചെയ്യാനേ പാടില്ല, ഈ അപരാധം പിടിച്ച സിനിമ തന്നെ ചെയ്യണം. എന്നിട്ട് യാഷിനെ എന്താക്കണം, സൈഡാക്കണം. ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് വളർന്നു വരുന്ന യാഷിനെ സൈഡാക്കി ഗീതു ചേച്ചിയുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണ് ടോക്സിക് എന്ന് പറയുന്നത്. അതെ നീ വളരാനേ പാടില്ല. KGF നീ കാണിക്കാൻ പറ്റിയ മാക്സിമം മറ്റേ നിന്റെ ആണത്തൊക്കെ നീ കാണിച്ചു കഴിഞ്ഞു. ഇനി നീ ആണത്തം കാണിക്കേ വേണ്ട. സെയ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പെണ്ണുങ്ങളിവിടെ ഉണ്ട് കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇതേപോലെ ഇനിയിപ്പോ പ്രഭാസും അല്ലെങ്കിൽ അല്ലു അർജുനും ഇവരൊക്കെ സൂക്ഷിച്ചു വേണം. കാരണം ഗീതു ചേച്ചി നിങ്ങളുടെ അടുത്ത് സ്ക്രിപ്റ്റുമായിട്ട് വരും, എന്നിട്ട് നിങ്ങൾക്ക് ഒരു അപരാധം പിടിച്ച സിനിമ അങ്ങോട്ട് തരും. അതോടുകൂടി നിങ്ങളുടെ കരിയർ അവിടെ കൊണ്ട് തീരും. അതായത് KGF കണ്ട് മാസാക്കി വെച്ചൊരു ഒരാളെ കോമഡി പീസ് കോമാളിയാക്കി കഴിഞ്ഞിരുന്നു. അയ്യോ, തിയേറ്ററിലെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫ് ഒക്കെ ക്ലൈമാക്സിൽ മഞ്ഞി കിടന്ന് യാഷ് കാണിക്കുന്ന കുറെ അപരാധങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാണല്ലോ സഹിക്കാൻ പറ്റില്ല. അത് യാഷിനെ വെറും പൊട്ടം കോമാളിയാക്കി ഈ പടത്തിൽ വെച്ചിട്ടുണ്ട്. ഒരു ഡയലോഗിന് പോലും കൈയടി കിട്ടുന്നില്ല. ചിരിയും കൂക്കിവിളിയും കളിയാക്കലും അങ്ങനെ നിൽക്കുക. ഇനി യാഷിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡോണാണ്, ഒരു വലിയ അല്ലേ, പേര് രായ. എന്നാലോചിച്ച് നമ്മളിവിടെ രായപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഡോൺ ഇടാൻ പറ്റിയ പേരാണ് രായ എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. അവിടെ കൊണ്ട് തന്നെ ഊക്ക് തുടങ്ങുക. അപ്പോൾ ഇത് യാഷിന് ബുദ്ധിയില്ലായ്മയാണെന്ന് യാഷിന് ബുദ്ധി കുറവുക. കാരണം യാഷ് മനസ്സിലാക്കായിരുന്നു ഗീതു ചേച്ചി നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും പണ്ടത്തെ ഇന്റർവ്യൂ, ആ കസബയുടെ ഒറ്റ ഇന്റർവ്യൂ സെയ്റ്റ് ആ സാധനം മാത്രം കണ്ടു കഴിഞ്ഞാൽ യാഷിന് മനസ്സിലാവുമല്ലോ ഇത് എന്നെ ഊക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ക്രിപ്റ്റ് ആണെന്നുള്ള കാര്യം. അല്ല, പുള്ളി അറിയണമായിരുന്നു. പുള്ളി ആരെയാ നിങ്ങളുടെ അടുത്തിട്ട് വന്ന ആ ചേച്ചിനെ പറ്റി കുറച്ച് സ്റ്റഡി നടത്തണമായിരുന്നു. എന്നാലും നിങ്ങൾക്ക് ആള് ബുദ്ധി രാക്ഷസിയാണെന്ന് യാഷിനപ്പം മനസ്സിലാക്കണമായിരുന്നു. അത് യാഷിന്റെ പൊട്ട ബുദ്ധിയാണ്. അല്ലെങ്കിൽ യാഷ് ഇമാതിരി പറഞ്ഞു. ഇനി ഈ രായക്ക് എന്താ പണി ഈ സിനിമയിൽ? 2 പണിയേ ഉള്ളൂ. ഇനി നിങ്ങൾ പിള്ളേർ കാണണ്ട. ഒന്ന് വെടിവെപ്പ്. ആരെ കണ്ടാലും യാഷ് വെടിവെക്കും, കുറെ തോക്കും വെടിയുണ്ടായിട്ട് നടക്കുക. ഇനി വേറൊരു പെണ്ണിനെ കണ്ടാലും യാഷ് എന്ത് ചെയ്യും? വെടിവെക്കും. അപ്പോഴും വെടിവെക്കും, പ്ലക്കും. ഈ രായനെ കൊണ്ട് ഈ പടത്തിൽ 2 ഗുണമുള്ളൂ. ആരെയൊക്കെയാ കൊന്നു തീർക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. കണ്ണി കണ്ട ആണുങ്ങളെല്ലാരെയും കൊല്ലും, പെണ്ണുങ്ങളെല്ലാരും ഊക്കും. ഈ 2 പരിപാടിക്കല്ലാണ്ട് യാഷിന് ഈ സിനിമക്കകത്ത് ഒന്നിനും കൊള്ളൂല. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോഴത്തേക്കും മറ്റേ ഇവള് പറഞ്ഞ കേട്ടാ അഘോരി അല്ലേ, സത്യം. അത് അഘോരിയുടെ ലുക്കും പിടിച്ചോണ്ട് യാഷ് ഇങ്ങനെ വരും. നമുക്ക് യാഷിനെ ഒന്നിനും കൊള്ളൂല, ഒരു ഡയലോഗ് പറയാൻ കൊള്ളൂല. ഈ ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ തന്നെ ഇവര് ഭയങ്കര റിച്ച് മേക്കിംഗ് ആണ്. അതായത് ഈ പ്രൊഡ്യൂസറിന് മുമ്പിച്ച്, പ്രൊഡ്യൂസർ പുരുഷനാണല്ലോ. അപ്പൊ ഗീതു ചേച്ചി എന്ത് ചെയ്തു? പ്രൊഡ്യൂസറിന്റെ കാശും പോട്ടെ. അതായത് ആണുങ്ങളെല്ലാവരെയും പിടിച്ച് കോമാളിയാക്കി ഈ പടത്തില്. പെണ്ണുങ്ങളെല്ലാരും നല്ല ആൾക്കാരാ. ഉള്ള കാര്യം പറഞ്ഞേക്കാം, സ്പോയിലർ ആണ്. ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴേക്കും നയൻതാര പടമാകും. നയൻതാര പടം ആകെപ്പാട് ഈ ഒരു സിനിമയ്ക്കകത്ത് കൊള്ളാവുന്ന റോൾ ചെയ്തിരിക്കുന്നത് നയൻതാര മാത്രം. ബാക്കി എല്ലാ ആണും പെണ്ണും എല്ലാം കണക്കാ. ഇനി നായികമാരുടെ ഒരു ലോഡ് നായികമാരുണ്ട്. ഈ നായികമാരെ പറ്റി ഇതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്താണ് ഗീതു തരാൻ വേണ്ടി പോകണമെന്ന് എനിക്കറിയില്ല. കാരണം ഗീതു ഭയങ്കരമായിട്ട് WCC ഒക്കെ തുടങ്ങി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിട്ട് ഈ സ്ത്രീകൾ, അതായത് വരുന്ന പെണ്ണെല്ലാം തന്നെ വെറും ഓപ്പൺ ആയിട്ട് പറയാം. അതായത് പറഞ്ഞെന്ന് തോന്നുന്നത് വെറും വെടിപ്പീസാക്കി വെച്ചേക്കുക പെണ്ണുങ്ങളെല്ലാം. അതാണ് യാഷി. അതെ. അതായത് ഈ റായ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന്റെ അടുത്ത് വരുന്ന എല്ലാ പെണ്ണുങ്ങളും വെറും വെടിപ്പീസ് ആണെന്നുള്ള രീതിയിലാണ് ഗീതു ഇതിനകത്ത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ അങ്ങനെയാണ്. അതായത് അതായത് ഒരാണ് വന്ന് മീശയും താടിയും വെച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് പെണ്ണും കടന്നു കൊടുക്കും എന്നുള്ള സെറ്റപ്പിലാണ് ഈ പടത്തിന്റെ പോക്ക്. അത് ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങളാണ് വെച്ചേക്കുന്നത്. അതായത് കൈ മുറിക്കുമ്പോഴത്തേക്ക് പ്ലക്കണം, അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പോകുമ്പോൾ പ്ലക്കണം.
ഈ പ്ലക്ക് എന്ന ചിന്ത ഞാൻ ചോദിക്കട്ടെ, എത്ര വലിയ അണ്ടർവേൾഡ് ഡോൺ ആണെങ്കിലും ഇനി എത്ര മറ്റേ ഈ പറഞ്ഞോണ്ട് തോന്നരുത് കഴപ്പ് മൂത്ത് കിടക്കുന്ന ഒരുത്തനാണെന്ന് പറഞ്ഞാലും അവൻ ഈ വികാരം മാത്രമല്ല ഉണ്ടാകുക, വേറെ എന്തെങ്കിലും വികാരം ഉണ്ടാവത്തില്ല. ഇത് എന്താണ് ഒരു പുരുഷൻ ഈ വികാരം മാത്രമുള്ള എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ റായ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഇത്രയും വലിയ പുള്ളി വല്ല മറ്റേ നമ്മുടെ മുരിങ്ങക്കോല് വിശ്വാസം അതുപോലെയാണ് നടത്തുന്നത്. പുള്ളി അണ്ടർവേൾഡ് ഡോൺ അല്ലേ, അല്ലാണ്ട് അതാ പറഞ്ഞേ. ഈ റായൊക്കെ ചേർന്ന ഈ കഥ കുറച്ച് മാറ്റണ്ടായിരുന്നു. അതായത് തമിഴ്നാട് ബേസിൽ ഒരു മുരിങ്ങക്കോലി കൃഷി നടത്തുന്ന ഒരു കർഷകനായിരുന്നു റായ. അപ്പോൾ റായയുടെ ഈ ഒരു കൃഷിയിലേക്ക് കുറെ ആൾക്കാർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരുന്നു, സാധാരണ എപ്പോഴും കാണുന്ന പോലെ. അപ്പോൾ ആ മുരിങ്ങക്കോലി കഴിച്ച് റായക്ക് ഇങ്ങനെ ഒരു ഏത് പെണ്ണിനെ കണ്ടാലും പ്ലക്കാൻ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ലാസ്റ്റ് റായക്ക് അവിഹിതത്തിലുണ്ടായ ഒരു മോൻ വന്നിട്ട് റായനെ കൊല്ലുന്നു. ഇങ്ങനെയായിരുന്നു ഈ പടം കുഴപ്പമില്ലായിരുന്നു. ഈ പടത്തിന് ടോക്സിക് എന്ന പേര് മാറ്റിയിട്ട് വല്ല മുരിങ്ങക്കോലെന്ന് കിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഇതെന്താ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴത്തേക്കും KGF നായകൻ തന്നെയാണോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അമ്മാതിരി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറെ കോമാളികളെ കാണിക്കുന്നുണ്ട്. അപ്പൊ പടത്തിന്റെ കറക്റ്റാ കോമാളി അതായത് യാഷിനെ കോമാളിയാക്കാൻ വേണ്ടിട്ട് തന്നെ ഗീതു ചേച്ചി. പിന്നെ മലയാളം ഡബിങ് എന്താ കാണിക്കുന്നേ? അയ്യോ എന്താ അത് മലയാളം ഡബിങ് ഇമ്മാതിരി ഒരു കൂതറ ഡബിങ്ങിന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ഈ ഹാപ്പി അല്ലെങ്കിൽ ആര്യയൊക്കെ ഇറങ്ങി ഒരു 10-15 വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ ആ സമയത്തുള്ള മലയാളം ഡബിങ്ങിന്റെ നിലവാരം പോലും ഈ സിനിമയിലെ അതായത് അയ്യോ ഒരു നാടകം ഈ അമ്പലപ്പറമ്പിലെ ബാലയൊക്കെ കാണത്തില്ലേ, ആ എഫക്റ്റിലാണ് ഡയലോഗ് പറയുന്നത്. വൃഷഭ എന്ന് പറയുന്ന ലാലേട്ടന്റെ പടം കണ്ടിരുന്നു. പക്ഷെ അത് 2 മണിക്കൂറേ ഉള്ളൂ. ആ 2 മണിക്കൂറുള്ള നാടകമായിരുന്നത് ബാലയായിരുന്നത്. അത് നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവരാത് നമുക്ക് ഇതാണെങ്കിൽ 3 മണിക്കൂറിന് മുകളിൽ സാധനമുണ്ട്. ഇത് ആരൊക്കെയാ ചാവുന്നേ, എന്തിനാ കൊല്ലുന്നേ, ഇവരെങ്ങോട്ടായി പോകുന്നേ? കഥയില്ല, ഒരു ക്നാപ്പും ഇല്ല. ആകപ്പാട് ഇത് യാഷിനെ സൈഡാക്കാൻ വേണ്ടിയിട്ട് ഗീതു ചേച്ചി മനഃപൂർവ്വം യാഷിന്റെ അടുത്ത് കൊണ്ടുവന്നു. പിന്നെ ഒരു പ്രൊഡ്യൂസർ, അതെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, ഈ പ്രൊഡ്യൂസറിന്റെ നല്ല കാശുണ്ട്. അത് ഒരു പുരുഷനായതുകൊണ്ട് ഗീതു ചേച്ചി വിചാരിച്ചു ഇനി ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യരുത്, വേറെ ആണുങ്ങൾ വെച്ച പടം എടുക്കരുത്, കുത്തുവാള എടുത്തിട്ട് ഈ പ്രൊഡ്യൂസർ ഇനി നാളെ ഭാര്യ എടുത്ത് എന്നിട്ട് ഭാര്യയുടെ താലിമാല ഒരു വിൽക്കണം. എന്നിട്ട് ഈ ലക്ഷപ്രഭു ആയിരുന്ന അല്ലെ കോടീശ്വരനായിരുന്ന ഈ പ്രൊഡ്യൂസർ നാളെ മുതൽ ഭാര്യയുടെ അണ്ടറിലാവണം. ആ താലിമാല എന്തരോട് എനിക്ക് മറ്റേ കൈ കാശൊന്നും ഇല്ലാതുകൊണ്ട് പണയം വെക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ രീതിയിലാവണം. ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ റവി ബസൂറിന്റെ മ്യൂസിക് ആയിക്കോട്ടെ, പുള്ളിയൊക്കെ നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് മ്യൂസിക്കിനകത്തൊന്നും നമുക്കൊരു എഫക്റ്റീവ് ഇല്ല. ഒന്നുമില്ല ഇതിനകത്ത് പ്രത്യേകിച്ച്. പിന്നെ രാജീവ് രവി, അതായത് ഗീതു മോഹൻദാസിന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ അപരാധത്തിന്റെ സിനിമാറ്റോഗ്രാഫർ. ക്യാമറയിൽ പകർത്തിയിരിക്കുന്നത് ഉള്ള ഗ്രീൻ സ്ക്രീൻ കളിയും അല്ലാന്നുണ്ടെങ്കിൽ കുറെ VFX ഒക്കെ ഇട്ട് പുഴുങ്ങിയൊരു സാധനം. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഗോവ എന്ന് കാണിക്കുന്ന മക്കാവോ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ കാണിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഈ കാണിക്കുന്ന ഒന്നും തന്നെ നമുക്കൊരു എല്ലാരും ചത്ത്. പിന്നെ ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ നയൻതാര ഒഴികെ ബാക്കി എല്ലാ ആൾക്കാരെയും ശരിക്കും മുതലാക്കിയിട്ടുണ്ട്. ഊറ്റി പിഴിഞ്ഞ് ഗീതു ചേച്ചി. അത് ഞാൻ പറഞ്ഞ എന്ത് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുന്ന കിയാരനെയൊക്കെ അങ്ങ് ഹുമാ ഖുറേഷി ആയിക്കോട്ടെ, കിയാര ആയിക്കോട്ടെ, നയൻതാര ഒഴികെ മറ്റേ ലാസ്റ്റ് വരുന്ന ഒരു നടിയുണ്ടല്ലോ നമ്മുടെ രുക്മിണി വസന്തന്റെ സീനൊക്കെ കാണിക്കുമ്പോ ഉണ്ടല്ലോ ഒരു ബെഡ്റൂം സീനൊക്കെ ഉണ്ട്. എന്റെ അമ്മോ ഇത്രയും കൂതറ സാധനം. അതായത് ഒരു നായികക്ക് അതാ അപ്പോഴും പൂശണം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതായത് രുക്മിണിയുടെ ആ ഒരു സീനെ കാണുമ്പോഴത്തേക്കും ഒരു നായികൻ എന്തുമാത്രം അവഹേളിക്കാമോ അതിന്റെ മാക്സിമം അവഹേളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറെ സൈക്കോളജിക്കൽ പരിപാടി. അല്ല സംഭവം എന്നറിയാവോ, യാഷ് ഇനി നമ്മൾ യാഷിന്റെ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും കോമഡി പീസ്, അതായത് ഡബിങ് ഇനിയിപ്പോ നമ്മുടെ മലയാളത്തിന്റെ ഡബിങ്ങിന്റെ പ്രശ്നമാണോ, ഇത് കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഈ പടത്തിന്റെ ഓക്കെ ആണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഡാഡിയൊക്കെ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂതറ ഫീലാണ്. സത്യം കേട്ടോ. അത് ലാസ്റ്റ് കുറെ ഹാലൂസിനേഷൻ പരിപാടിയൊക്കെ കാണിക്കും. അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഹാലൂസിനേഷൻ ആവും. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, ഈ പടം തിയേറ്ററിൽ വന്ന് കാണണ്ടായിരുന്നുള്ള ഫീലിലേക്ക് നമ്മളെത്തും. എന്തായാലും ഒരു ഓണമായിട്ട് വീട്ടിൽ പായസം കുടിച്ച് സത്യം കേട്ടോ. അതായത് തിയേറ്ററിൽ ഇറങ്ങുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് എന്തിനീ അപരാധത്തിന് തല വെച്ച് കൊടുത്തു എന്നുള്ള. കിടന്നുറങ്ങായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്ത് എന്തിനു കെട്ടിയെടുത്തു. എന്തായാലും ഇതേപോലെ ഒരു അപരാധം ജീവിതത്തിൽ വേറെ അടുത്തങ്ങ് കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് യാഷിനെ പോലെ
KGF കഴിഞ്ഞ് വരുന്നൊരു സിനിമ ഇമാതിരി കൂതറയാക്കിയ ഗീതു മോഹൻദാസിന് കയ്യടികൾ, ആർപ്പുവിളികൾ. ഇനി മേലെ സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങൾ സ്ത്രീകളുടെ അടുത്തോട്ട് പോകും. അതെ, വല്ല പാർവതി തിരുവോത്തോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്തിരിപ്പില്ലേ, പത്മപ്രിയൊക്കെ അപ്പുറത്തുണ്ട്. അവർക്ക് വേണ്ടി സിനിമകൾ ചെയ്യും. ദൈവം ഇത് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട്, ആണുങ്ങളുടെ നായകന്മാരുടെ അടുത്തേക്ക് സ്ക്രിപ്റ്റുമായിട്ട് ചെല്ലാതിരിക്കുക. ഒരു മൂത്തോനുണ്ട് നമുക്ക് ഓർക്കാനായിട്ട്, അവിടെ കൊണ്ട് നിർത്തിക്കോ. ഇനി ഈ പരിപാടിക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പീക്ക് അപരാധം.